ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രാഘവനുണ്ണി അങ്ങനെ രാജാജി നഗർ കോളനിയിലേക്ക് വന്നിരിക്കുകയാണ്. അഞ്ജലി ഇല്ല ഇവിടെ ചോദിക്കുമ്പോഴേക്കും ശിവരാമനും ശ്യാമളയും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് എന്താ കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടല്ല അഞ്ജലിയുടെ സംസാരിക്കേണ്ടത്, അവൾ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇവര് സംസാരം തുടങ്ങുമ്പോൾ തന്നെ കുഞ്ഞപ്പനും മധുവും കൂടി ചേർന്നിട്ട് അതിന്റെ വീഡിയോ മൊബൈലിൽ പകർത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ശിവരാം പറയുന്നുണ്ട്, അഞ്ജലിയുടെ അച്ഛനാണ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം എന്ന് പറയുമ്പോ രാഘവനുണ്ണി പറയുന്നുണ്ട്, അതെ അഞ്ജലിയുടെ അടുത്ത് പറയേണ്ട കാര്യം അഞ്ജലി എടുത്ത് പറയണ്ട, ശിവരാമന്റെ അടുത്ത് പറയേണ്ട കാര്യമാണ് ശിവരാമന്റെ അടുത്ത് പറയേണ്ടത്. എനിക്ക് കണ്ടത് അവളെയാണ് എനിക്ക് കണ്ടത്, അവൾ ഇവിടെ ഇല്ലേ, അഞ്ജലി അഞ്ജലി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും താൻ ഇങ്ങനെ കയറ് പൊട്ടിയ പോലെ വിളിക്കേണ്ട, അഞ്ജലി ഇവിടെ ഇല്ല, തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കാര്യങ്ങൾ പറയാം എന്ന് പറയുമ്പോ അതെ ഒരു കേസില്ലാ വക്കീലായിട്ടുള്ള വീട്ടിലിരിക്കണം, നിങ്ങളുടെ പറയേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് പറയേണ്ടത്, മനസ്സിലായോ എന്ന് പറയാണ്. എനിക്ക് അവളെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാനേ സത്യം പറഞ്ഞാൽ 22 വർഷം മുമ്പ് തന്നോട് കോടതിയിൽ വെച്ച് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, തന്നെ ഒരു പൂട്ടിട്ട് ഞാൻ പൂട്ടി, ഇപ്പൊ അതേ പൂട്ട് അവളെ എനിക്കിട്ട് പൂട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പവർ കൗൺസിലിംഗില് അവളൊരു കംപ്ലൈന്റ് കൊടുത്തിരിക്കുക. ഇതിപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ശിവരാമൻ പറയുമ്പോ രാഘവനുണ്ണി പറയണ്ടോ, ആഹാ എന്താ ഒരു അഭിനയം, താൻ അറിഞ്ഞില്ല പോലും, താൻ അറിഞ്ഞിട്ട് തന്നെയാ, താൻ പറഞ്ഞിട്ട് തന്നെയാ തന്റെ മകൾ അങ്ങനത്തെ ഒരു പരാതി കൊടുത്തത്, അതെനിക്ക് മനസ്സിലായിട്ടോ ശിവരാമകൃഷ്ണ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ആയും തന്നെ ഇരിക്കട്ടെ, താൻ ഇതിന് ഇപ്പൊ ഇവിടെ വന്ന് ഈ ചോദ്യം ചെയ്യണത് എന്ന് ചോദിക്കുമ്പോഴേക്കും ചോദ്യം ചെയ്യും. 10-22 വർഷം മുമ്പേ തന്നെ ഞാൻ ഇങ്ങോട്ട് ഇല്ലാതാക്കണമായിരുന്നു, അങ്ങനെയെങ്കിൽ നെഗളിക്കാൻ വേണ്ടി തന്റെ മകൾ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നെഗളിച്ചിരിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ടേക്ക് നമ്മുടെ അഞ്ജലി അവിടേക്ക് വരുവാട്ടോ. അഞ്ജലി കാഴ്ചകൾ കണ്ട് ദൂരെ മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ അഞ്ജലിനെ നമ്മുടെ രാഘവനുണ്ണി കാണുന്നില്ല കേട്ടോ, അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം രാഘവനുണ്ണി പറയണ്ട, നോക്കിക്കോ തന്റെ മകളുണ്ടല്ലോ അഞ്ജലി, അവളെ ജീവനോട് ജീവിക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും തന്റെ പെരട്ട കോളനിയിലെ സ്വഭാവം താൻ അങ്ങനെയല്ലേ കാണിക്കുള്ളൂ, പെരട്ട കോളനി ജനിച്ചാലേ കോളനി സ്വഭാവമേ കാണിക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ശ്യാമള പറയണ്ട, അതെ കോളനി സ്വഭാവം കാണിക്കാൻ ഞങ്ങളുടെ അടുത്തേക്ക് സാറിനെ ആരെങ്കിലും ക്ഷണിച്ചോ, ഇങ്ങോട്ടേക്ക് വരാനായിട്ട് മളിമാണികയിലുള്ള സാറിനോട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ആരെങ്കിലും ക്ഷണിച്ചോ, ഇല്ലല്ലോ, ക്ഷണിക്കാത്ത സ്ഥലത്ത് തൊട്ട് ഇങ്ങനെയൊക്കെ പറയാം നാണില്ലേ നിങ്ങൾക്ക്, അകത്തെ ഒരു ചൂലിരിപ്പുണ്ട്, അധികം വേഷം ആ ചൂലെടുത്തിട്ട് നിങ്ങളുടെ തലമണ്ടക്ക് ഞാൻ അടിക്കും എന്ന് പറയുമ്പോഴേക്കും എന്ത് പറഞ്ഞൂടി എന്ന് പറഞ്ഞിട്ട് കൈ വീശി അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ശിവരാമൻ മുമ്പിലേക്കുണ്ട്, തൊട്ടു പോവരുത് എന്ന് പറഞ്ഞ് മുമ്പിലേക്ക് വരണം. അപ്പോഴേക്കും നമ്മുടെ രാഘവനുണ്ണി കൈ പതിക്കം കൊണ്ട് താഴ്ത്തുവാട്ടോ. ശേഷം രാഘവനുണ്ണി പറയണ്ട്, നോക്ക് തന്റെ മകളുണ്ടല്ലോ അവളെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ലടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് നമ്മുടെ കുഞ്ഞപ്പനും മധുവും കൂടി വരുന്നുണ്ട്. അതെ സാറേ പറഞ്ഞതൊക്കെ ഞങ്ങളെ എല്ലാരും നന്നായിട്ട് കേട്ടു, ഞങ്ങളെ നന്നായിട്ടൊന്ന് വിസിലടിച്ചാൽ മതി, ഇവിടെ ആളുകളൊക്കെ വന്ന് കൂടും, പിന്നെ സാറിന് ഈ രൂപത്തില് തിരിച്ചു പോകാൻ പറ്റില്ല, സാറിന്റെ ഈ രൂപവും മാറിക്കളയും, സാറിന്റെ വില കൂടിയ ലക്ഷ്യങ്ങൾ വില കൂടിയ കാറുണ്ടല്ലോ ആ കാറും ചിലപ്പോ ഇല്ലാതായെന്ന് വരും, അതുകൊണ്ട് സാർ വെറുതെ ബഹളം ഉണ്ടാക്കാതെ പോവാൻ നോക്ക് സാറേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും മധു വീഡിയോ എടുക്കണത് രാഘവനുണ്ണി കാണുന്നു കേട്ടോ. എടി വീഡിയോ എടുക്കണം നിർത്തടി, മാറി എവിടുന്ന്, മാറിയില്ലെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും മാറിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് രാഘവനുണ്ണി ഒറ്റ അടി വെച്ച് കൊടുക്കണം മധുവിന്റെ കവിളത്ത്. അത് കണ്ടുകൊണ്ട് അഞ്ജലി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വരുവാണ്. അതെ എന്നിട്ട് വേണ്ട IPS സെക്ഷൻ പറയണ്ടേ, എന്റെ വീട്ടിൽ വന്ന് കേറിയിട്ട് എന്റെ ആൾക്കാരെ പിടിച്ച് തല്ലാണ്ട് തനിക്ക് ആരാണ് അധികാരം തന്നത്, രാഘവനുണ്ണി സാറേ ഇവിടെല്ലോ ഈ മധുമിത അവളൊരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയാണെങ്കിലേ സാറ് ഇനിയുള്ള കാലം ജയിലിൽ കിടക്കും. എടി അഞ്ജലി എന്ന് വേണ്ട അഞ്ജലിന്റെ അടുത്തേക്ക് വരുമ്പോൾ വേണ്ട അടുത്ത IPS സെക്ഷനായി സാറേ, ഈ സെക്ഷൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടേ വരും, ഞാനേ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ പവർ കൗൺസിലിംഗ് പോലെ ഒന്ന് പോകുവാണ്, എന്നിട്ട് സാറിനെതിരെ ഞാൻ കൊടുത്ത കംപ്ലൈന്റ് ഉണ്ടല്ലോ അത് ഞാൻ തിരിച്ചു വാങ്ങിക്കും, എന്നിട്ട് നന്നായിട്ട് ഒരു പ്രാവശ്യം കൂടി കംപ്ലൈന്റ് എഴുതും, അതിൽ ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും, അപ്പൊ സാറിന് എന്തായാലും ശിക്ഷ ഉറപ്പാണ്, അതുകൊണ്ട് സാർ അധികം വിളച്ചെടുക്കാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാൻ നോക്ക് എന്നൊക്കെ അഞ്ജലി പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ പെട്ടെന്ന് അഞ്ജലിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാട്ടോ. അഞ്ജലി ഫോൺ എടുക്കുന്നുണ്ട്, അവരെ വ്യക്തമായിട്ടൊന്നും കാണിക്കുന്നില്ല, ഒരു മദറും ആ കൂട്ടത്തിൽ പത്മയുണ്ട്, 2-3 മദേഴ്സ് ഉണ്ട്, പിന്നെ പത്മയുണ്ട്, അവരെ ബ്ലറായിട്ടാണ് കാണിക്കണത്. അപ്പൊ അഞ്ജലി ഇങ്ങനെ സംസാരിക്കണ്ട, ഹലോ ആണോ എപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ സംസാരിക്കണം. ശരി ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വണ്ടി എടുത്തിട്ട് അവിടെ പോവാണ് അഞ്ജലി. അയ്യോ ഈ കൊച്ചിത് എങ്ങോട്ടേക്കാ പോണത് എന്ന് ശ്യാമള ശിവരാമനോട് ചോദിക്കുമ്പോ അറിയില്ല എന്ന് പറയാണ്. അഞ്ജലി പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ശിവരാമനോട് രാഘവനുണ്ണി പറഞ്ഞിട്ട്, എടോ തന്റെ പുഞ്ഞാര മകളുണ്ടല്ലോ ആ കുരുപ്പ്, അവൾക്കിനി അധികം നാൾ ആയുസില്ല, താൻ നോക്കിക്കോ അവളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് രാഘവനുണ്ണി അവിടെ നിന്ന് പോകുവാട്ടോ. മാറി നിൽക്കുക അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ശേഷം കാണിക്കുന്നത് അഞ്ജലിനെയാണ്. അഞ്ജലി അർജുനെയും കാത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുവാട്ടോ. അപ്പൊ അർജുൻ അവിടേക്ക് വരുന്നുണ്ട്. വണ്ടി ഓഫ് ചെയ്തിട്ട് അർജുൻ ഇറങ്ങാകുമ്പോഴേക്കും അഞ്ജലി ഓടിപ്പോണം. അയ്യോ രാജീവ് വണ്ടി ഓഫ് ഓൺ ചെയ്യില്ലേ, നമുക്ക് വണ്ടിയിൽ ഒരു സ്ഥലം വരെ പോകാനുണ്ട്, സ്ഥലം വരുമോ,
എവിടേക്കാടോ? അതെ, എന്നെ പത്മ വിളിച്ചിരുന്നു. പത്മയോ? നമ്മുടെ പത്മയോ? അതെ, നമ്മുടെ പത്മ തന്നെ. എവിടെന്നാ വിളിച്ചത്? അതൊക്കെ പറയാം. വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക, ഞാൻ എല്ലാം പറയാം. വണ്ടി എടുക്ക് രാജീവ് എന്ന് പറയാണ്. അഞ്ജലിയും അർജുനും കൂടി ചേർന്നിട്ട് നമ്മുടെ പത്മയുള്ളിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണത് അനുപമേനെയാണ്. അനുപമ രാജാജി നഗർ കോളനിയിലേക്ക് വന്നിരിക്കുക കേട്ടോ. അവിടെ കുഞ്ഞപ്പൻ വണ്ടിയൊക്കെ കൈക്കൊണ്ടിരിക്കുകയായിരിക്കും. ഹലോ കുഞ്ഞപ്പൻ, കൊള്ളം, മേലനങ്ങയൊക്കെ പണിയെടുക്കാൻ തുടങ്ങിയോ? സ്വന്തമായിട്ട് വണ്ടി സർവീസ് ആണെങ്കിൽ 250 രൂപ ലാഭിക്കാലോ അല്ലെ എന്നൊക്കെ പറഞ്ഞ പുച്ഛത്തോട് കൊടുത്തിന് അവിടെ നിന്ന് പോകാണ്. അപ്പൊ കുഞ്ഞപ്പൻ മനസ്സിൽ വിചാരിക്കണ്ട്, അയ്യോ ഇവിടുന്ന് രാവിലെ തന്നെ കെട്ടിയെടുത്തിട്ടുണ്ട്, എന്ത് പ്രശ്നത്തിനാണാവോ എന്നൊക്കെ പറയുമ്പോഴേക്കും, അതെ ഞാനൊരു പെണ്ണായിരുന്നെങ്കിലേ നിങ്ങളെപ്പോലെ തന്നെ ഏതെങ്കിലും വലിയ വീട്ടിലെ പയ്യനെ പട്ടിച്ച് ശ്രദ്ധിച്ച് ഞാൻ വിവാഹം കഴിച്ചാനെ. എന്ത് ചെയ്യാനാ, ഞാൻ ഒരു ആണായി പോയില്ലേ ചേച്ചി, അതുകൊണ്ട് എനിക്ക് ഇതുപോലെ പണിയൊക്കെ എടുക്കണ്ടേ എന്ന് കുഞ്ഞപ്പൻ പറയുമ്പോഴേക്കും നമ്മുടെ അനുപമ കുഞ്ഞപ്പനെ സൂക്ഷിച്ചു നോക്കിയിട്ട് അകത്തേക്ക് പോവാട്ടോ. എന്നിട്ട് ഇവിടെ ആരും ഇല്ലേ എന്ന് പറയുമ്പോൾ ശിവരാമനും ശ്യാമളെ പുറത്തേക്ക് വരുന്നുണ്ട്. എടി നിന്നോട് പറഞ്ഞിട്ടില്ലടി ഇവിടെ കയറി വരരുതെന്ന് എന്ന് ശിവരാമൻ പറയാണ്. അയ്യോ ഞാൻ ഇവിടെ കയറി വന്ന് പൊറുക്കാനൊന്നും വന്നതല്ല, എനിക്ക് നിങ്ങളുടെ മകൾ അഞ്ജലിയെ കാണാൻ വേണ്ടിട്ടാ ഇവിടേക്ക് വന്നത്. ശ്യാമള പറയണ്ടേ, എന്തിനാടി നീ ഇവിടേക്ക് വന്നത്? നിന്നോട് ഇവിടെ വരരുതെന്ന് ഞങ്ങൾ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് നാളെ മുടി ഇവിടെ വരാനായിട്ട്. കുറച്ചു ദിവസം മുമ്പ് നീ ഇവിടെ വന്നിരുന്നു. അന്ന് എന്റെ മകൾ ആരുമില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ മകൾ അഞ്ജലിനെ പറ്റിച്ച് അകത്ത് കയറിയിട്ട് പിന്നെ ഇവിടുന്ന് മോഷ്ടിക്കേണ്ട കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയും ചെയ്തില്ലേ? ഇനി നിനക്ക് ഇവിടെ വന്ന് നിന്നിട്ട് മോഷ്ടിക്കാനായിട്ട് ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് എന്റെ പുഞ്ഞാരമോള് പോവാൻ നോക്ക്. അയ്യോ ഞാൻ പോയിക്കോളാം, ഞാനല്ലെങ്കിലും ഇവിടെ നിൽക്കാനൊന്നും വന്നതല്ല. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റേ ഈ പൊട്ട കോളനി, അതായത് ഈ രാജാജി നഗർ തെരുവ് കോളനി ജനിച്ചു പോയതാണ് എന്ന് വെച്ചിട്ട് എനിക്കൊരു കാര്യങ്ങളൊക്കെ വേണ്ടേ? ഞാനൊരു പണക്കാരനെ സ്നേഹിച്ചു, വിവാഹം കഴിച്ചു, അതിന്റെ കുശുമ്പാണ് നിങ്ങള്. എനിക്ക് മണിമാളിക കഴിഞ്ഞ കുശുമ്പാണ് നിങ്ങൾക്ക് എന്ന് പറയുമ്പോഴേക്കും, അയ്യോ നീ എവിടെ വേണമെങ്കിലും കഴിഞ്ഞോ, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഈ പടി ചവിട്ടരുന്ന് നിന്റെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്ന് ശിവരാമൻ പറയുമ്പോ, ശരി എന്നോട് ഈ പടി ചവിട്ടെന്ന് പറയാൻ കാരണം വേറൊന്നുമില്ലല്ലോ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി വിവാഹം കഴിച്ചോണ്ടല്ലേ നിങ്ങൾക്ക് ഇത്ര ദേഷ്യം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ അഞ്ജലി മാത്രമേ ഉള്ളൂ. അല്ല അഞ്ജലിയാണ് എന്നെ പോലെ ഇറങ്ങിപ്പോയി വിവാഹം കഴിച്ചെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ എന്ന് അനുപമ ചോദിക്കുമ്പോ, എന്റെ അഞ്ജലി അങ്ങനൊന്നും ചെയ്യില്ലടി. ശരിയാ. അനുപമ ചതിയും വഞ്ചനയും അങ്ങനെ പലതും കയ്യിലുള്ളവള്. അഞ്ജലി ആണെങ്കിലും നീതിക്കും ന്യായത്തിനും സത്യസന്ധതയ്ക്കും വേണ്ടി മാത്രം നടക്കണവള്. അങ്ങനെയാണെങ്കിലും നിങ്ങളുടെയൊക്കെ മനസ്സില്. അല്ല ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചില്ല, മറുപടി നിങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ മകൾ അഞ്ജലിയാണ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ശിവരാമൻ പറയണ്ടേ, എടി അഞ്ജലിയല്ല അനുപമ, മനസ്സിലായല്ലോ? അനുപമയല്ല അഞ്ജലി എന്ന് പറയണം. ഇത് കേട്ട് അനുപമ പറയണ്ട്, അതെ ഞാനൊരു കാര്യം പറയട്ടെ, അഞ്ജലി തന്നെയാണ് അനുപമ എന്ന് പറയാണ്. നീ എന്തൊക്കെയാണ് പറയേണ്ടത്? അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്, ഈ അനുപമ തന്നെയാണ് അഞ്ജലി. നിങ്ങളെ എങ്കിൽ എല്ലാവരും കേട്ടോ, ഞാനിവിടെ നിന്ന് പുറത്താക്കാനായിട്ടുള്ള കാരണം ഞാൻ ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ വിവാഹം കഴിച്ച് ആരും അറിയാതെ വിവാഹം കഴിച്ച് പോയതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ ചവിട്ടി പുറത്താക്കിയത്. അതുപോലെ തന്നെ നിങ്ങളുടെ മകൾ അഞ്ജലിയാണ് ചെയ്തെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കോ? പറ, നിങ്ങൾ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കോ? വലിയ നീതി ന്യായം പറയുന്ന ആളല്ലേ അമ്മയുടെ ഭർത്താവ്, അതുകൊണ്ട് ചോദിച്ചു നോക്ക്. എങ്കിലേ ഞാൻ വന്ന കാര്യം പറയാം. എന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കിയത് എന്തിനാണോ ആ തെറ്റ് തന്നെയാണ് നിങ്ങളുടെ അഞ്ജലി ആയിട്ടുള്ള പുഞ്ഞാര മകൾ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. നീ എന്തൊക്കെയാണ് പെണ്ണി പറയണത്? അതെ നിങ്ങളുടെ മകൾ പുഞ്ഞാര മകളുണ്ടല്ലോ അഞ്ജലി, അവളുടെ വിവാഹം കഴിഞ്ഞു. ആരും അറിയാതെ അവൾ വിവാഹം കഴിച്ചു. ഒരു പുരുഷന് മുമ്പിൽ അവൾ തല കുമ്പിട്ട് കൊടുത്തു താലി കെട്ടാനായിട്ട്. അവളുടെ കഴുത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ കാണാം, അവളുടെ കഴുത്തിൽ താലിമാലയുണ്ട്. അയ്യോ ഈ പെൺകുച്ച് എന്തൊക്കെയാ ശിവരാമേട്ടെ പറയണത് എന്ന് ശ്യാമള പറയുമ്പോ, എന്തിനാ പറയണ്ട് അനുപമേ, നീ എന്തൊക്കെയാ പറഞ്ഞത്? കേട്ട് കയ്യും കാലും വിറക്കുക. ഒന്ന് വ്യക്തമായിട്ട് പറയാം. വ്യക്തമായിട്ട് പറയാൻ ഒന്നുമില്ല. അഞ്ജലി വരുമ്പോ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്ക്, അവള് ഉത്തരം പറയും. പിന്നീട് ഞാൻ ഒരു വരവും കൂടി ഇങ്ങോട്ടേക്ക് വരും. അല്ല അഞ്ജലിനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുന്ന രംഗം കാണാനായിട്ട്. എന്നെ പുറത്താക്കിയ പോലെ അവളെയും പുറത്താക്കുമെന്ന് അറിയണമല്ലോ. നീതി ന്യായം ഒരുപോലെ നോക്കുന്ന ആളാണല്ലോ ഈ പറയുന്ന മഹാനായ അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണൻ. അതുകൊണ്ടാണ് ചോദിച്ചത്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു വരവും കൂടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അനുപമ അവിടുന്ന് പോവാണ്. അനുപമ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ശിവരാമനും ശ്യാമളയും ഇന്ദിരയും ആരെയൊക്കെ ആകെ ഞെട്ടി നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.